ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞങ്ങളും സുഖമായിരിക്കുന്നു, ഹാപ്പി ആയിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങൾ മോണ്ടിനിഗ്രോന്ന് അൽബാനിയയിലോട്ട് പോവുകയാണ്. ഞങ്ങൾ 11 മണിക്ക് റൂം ചെക്ക് ഔട്ട് ചെയ്യും. അപ്പം ഞാൻ നേരത്തെ റെഡി ആയിരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ താഴെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഒന്ന് മുകളിലോട്ട് ഒന്ന് പെട്ടിയൊക്കെ ഒന്ന് എടുത്ത് സെറ്റ് ചെയ്ത് നേരെ പോകാമല്ലോ എന്നുള്ള രീതിക്കാണ് ഞാൻ നേരത്തെ റെഡി ആയിരിക്കുന്നത്. പിന്നെ മോണ്ടിനിഗ്രോയിൽ 2 ദിവസം സ്പെൻഡ് ചെയ്തത് ഭയങ്കര രസമായിരുന്നു, അടിപൊളിയായിരുന്നു. കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ഇവിടെ ഉള്ളത്. ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട്. ഞങ്ങൾക്ക് രണ്ട് മൂന്ന് സ്പോട്ടൊക്കെ മിസ്സായി, കാണാനൊന്നും അങ്ങനെ പറ്റില്ല. കാരണം കുറച്ചധികം സമയം അല്ലെങ്കിൽ ഡേയ്സ് ഇവിടെ സ്പെൻഡ് ചെയ്യണം, എന്നാലേ പറ്റുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ എക്സ്പെൻസീവാട്ടാ. മോണ്ടിനിഗ്രോയിൽ എക്സ്പെൻസീവാണ്. കാശ് പോണ വഴി നമ്മളറിയില്ല, അത്രയും എക്സ്പെൻസീവാണ് ശരിക്കും. അൽബാനിയ വെച്ച് നോക്കുന്ന സമയത്ത് മോണ്ടിനിഗ്രോ എക്സ്പെൻസീവാണ്. പിന്നെ പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ 2 ദിവസത്തെ മോണ്ടിനിഗ്രോ ട്രിപ്പിൽ ഞങ്ങൾ സ്കൂട്ടർ എടുത്തതാണ്. കാരണം നമ്മൾ നാട്ടിലുണ്ടാകുമ്പോൾ ആണല്ലോ സ്കൂട്ടറൊക്കെ എടുത്ത് കറങ്ങാനൊക്കെ പോവുക. നമ്മൾ നൈറ്റ് റൈഡ് ആണെങ്കിലൊക്കെ. UK നമ്മൾ ഇതാണല്ലോ, കാറാണല്ലോ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ അപ്പം നമുക്കിനി താഴെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അതിനുശേഷം നമുക്ക് പെട്ടിയൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് ഇന്ന് ഫുൾ യാത്രയായിരിക്കും. കാരണം ഇവിടുന്ന് അൽബാനിയയിലോട്ടൊരു 4 to 5 hours ട്രാവലുണ്ട്. അപ്പം ഫുൾ ടാക്സിക്കാണ് ഞങ്ങൾ പോകാൻ വിചാരിക്കണത്. അപ്പം കാരണം ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പം ബസ്സാണ് ബുക്ക് ചെയ്തത്. തിരിച്ച് അങ്ങോട്ടുള്ള ബസ് ഓൾറെഡി ബുക്ക്ഡായിരുന്നു, ഫുള്ളി ബുക്ക്ഡായിരുന്നു കംപ്ലീറ്റ്. അതുകൊണ്ട് ഞങ്ങൾ ടാക്സിക്ക് പോകാമെന്ന് വിചാരിച്ചു. കുറച്ച് അധികം കാശാവും, അതറിയാം. പക്ഷേ ബസ്സിനൊക്കെ പോയതിൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അതെങ്ങനെയാണ് അങ്ങനെ എന്തെങ്കിലും അറിയണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഞാൻ അയച്ചുതരാം. അല്ലെങ്കിൽ വീഡിയോ കാണുമ്പം എന്തെങ്കിലുമൊക്കെ ഇതുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ ഞങ്ങളത് പോസ്റ്റ് അല്ലെങ്കിൽ മീൻസ് കമൻറ്റിൽ അത് മെൻഷൻ ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. ഓക്കെ. ഡേയ്സ് ഇന്നത്തോടുകൂടി തീരുകയാണ്. മിസ് ചെയ്യും ഈ ഡേയ്സ് അല്ലേ ചാ? നമ്മൾ ഒരുപാട് മിസ് ചെയ്യും ഈ ഡേയ്സൊക്കെ. നല്ല ഹോട്ടല്, നമ്മുടെ നൈറ്റ് ഡ്രൈവും ഫുഡ് കഴിക്കാൻ പോയതും പിന്നെ കുറേ എക്സ്പീരിയൻസ് അതിൻ്റെ ഇടയിലൊക്കെ ഉണ്ടായതൊക്കെ നമ്മൾ ഒരുപാട് മിസ് ചെയ്യും. ഞങ്ങളിപ്പം ചെക്ക് ഔട്ട് ചെയ്യും. അതിനുശേഷം ഞങ്ങൾ ടാക്സിയിൽ ബുക്ക് ചെയ്ത് ഞങ്ങൾ പോകുന്നതായിരിക്കും അൽബാനിയയിലോട്ട്. നേരെ ഹോട്ടലിലോട്ടാണ് പോവുക. കുറച്ചധികം ലോങ് ഡ്രൈവാണ് ഇവിടെ നിന്നുണ്ടാവുക. സോ ഇന്നത്തെ ദിവസം അങ്ങനെ കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊന്നും എന്തെങ്കിലും ഉണ്ടാവുമെന്ന് അറിയില്ല. കാരണം ഫുൾ ഡ്രൈവ് ആയിരിക്കും, കാറിലായിരിക്കും ഒരു 4 to 5 hours. പിന്നെ നൈറ്റ് ഹോട്ടലിൽ എത്തിയതിന് ശേഷം നൈറ്റ് ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടുള്ള വീഡിയോസ് സെറ്റാക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം
ബൈ ബൈ. നമുക്കിനി അൽബേനിയയിൽ എത്തിയിട്ട് കാണാം അല്ലേ? ബൈ ബൈ അച്ഛാ. ബൈ ബൈ. ബൈ ബൈ. ഞങ്ങൾ ആക്ച്വലി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ തിരാന സിറ്റി സെന്ററിന്റെ അവിടെ വന്നത്. വന്ന സമയത്താണ് ഇവിടെ പ്രൊട്ടസ്റ്റ് നടക്കുകയാണ്. എന്താണ് പ്രൊട്ടസ്റ്റ് എന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ വായിച്ച സമയത്ത് എത്രയോ യൂറോ മില്യൺ വെച്ച് എന്തോ ഒരു ഹോട്ടൽ റിസോർട്ട് എന്തോ പണിയുന്നതിനെതിരെ അവർ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത് എന്നാണ് ഞാൻ വായിച്ചിട്ടുണ്ടായതൊരു ഓർമ്മ. അത് കറക്റ്റാണോ എനിക്ക് അറിയില്ല. പക്ഷെ ഞങ്ങളിപ്പോൾ ഫുഡ് ഓർഡർ ചെയ്തൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങൾ ഓർഡർ ചെയ്ത് ഒന്ന് ബീഫ് നൂഡിൽസ്, പിന്നെ ഹോട്ട് ആൻഡ് സോർ സൂപ്പും സീ ഫുഡ് നൂഡിൽസും, പിന്നെ ചിക്കൻ സെഷ്വാൻ സോസ് വിത്ത് സോസ് അങ്ങനത്തെ ഒരു സാധനം കൂടിയാണ് ഞങ്ങൾ ഓർഡർ ചെയ്ത്. സൂപ്പ് കുടിച്ചു, അടിപൊളി. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി താഴെ വന്നേക്കാണ്. ഇനി ഇന്നും കൂടെ ഉള്ളൂ ഞങ്ങളുടെ ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡേ ആണ് ഇന്ന്. ഞങ്ങൾ നാളെ മോർണിംഗ് 7 ഞങ്ങളുടെ ഫ്ലൈറ്റ് വരുന്നത്. അപ്പോൾ ഇന്ന് ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്ത് ഒന്ന് അൽബേനിയയിൽ പോയി ടൗണിലും സിറ്റിയും ഒന്ന് കറങ്ങി തിരിച്ച് ഞങ്ങൾ എയർപോർട്ടിലോട്ട് പോവും. അതാണ് ഇന്നത്തെ പ്ലാൻ.
പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് സത്യം പറഞ്ഞാൽ വലിയ കൊള്ളില്ല. ഇന്നലത്തെ മിനിയാന്നത്തെ ഒക്കെ ബ്രേക്ക്ഫാസ്റ്റ് വെച്ചാൽ കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, പക്ഷേ ഇതിൽ ഇപ്പം അത്രയും ഓപ്ഷൻസ് ഒന്നുമില്ല. മോണ്ടിനീഗ്രോയിൽ താമസിച്ച ഹോട്ടൽ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എല്ലാം കൊണ്ടും ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ഹോട്ടൽ റിസോർട്ട് അടിപൊളിയാണ്, നല്ല വൈബാണ്, നല്ല അടിപൊളി, നല്ല പാർട്ടീസും എല്ലാ പ്രോഗ്രാംസും ഉള്ളതാണ്, കാണാൻ അടിപൊളിയാണ്, നല്ല വ്യൂ ഒക്കെ ഉണ്ട്. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് അത്ര ഓപ്ഷൻസ് ഇല്ല അത് കഴിക്കാനായിട്ട്. ആദ്യം മിനിമലായിട്ടുള്ള കുറച്ച് ഐറ്റംസ് മാത്രമേ കുറച്ച് ഐറ്റംസേ ഉള്ളൂ. പിന്നെ അത് തന്നെയാണെങ്കിലും കുറവാണ്. അത്ര കുറേ നമ്മൾ ഇതിന് മുമ്പ് മോണ്ടിനീഗ്രോയിലത്തെ ഹോട്ടലിലാണെങ്കിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്, കുറേ ഐറ്റംസ് ഉണ്ട് നമുക്ക് തോന്നും. ഇത് ഐറ്റംസ് ഭയങ്കര കുറവാണ്, ടേസ്റ്റും അത്ര വലിയ കാര്യമില്ല. ഫ്രൂട്ട്സ് ഒക്കെ ആണെങ്കിലും അത് 2-3 ഫ്രൂട്ട്സേ ഉള്ളൂ. അവിടെ ആ ഹോട്ടലിലാണെങ്കിൽ ഫ്രൂട്ട്സിൻ്റെ കുറേ ഓപ്ഷൻസ് തന്നെ ഉണ്ട്, എല്ലാ ഫ്രൂട്ട്സും വെച്ചാണ്. അങ്ങനെ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് അത്ര നമുക്ക് അങ്ങനെ ഇതായില്ല, ഒട്ടും കൊള്ളൂല എന്നല്ല, പോരാ, പക്ഷെ ഓപ്ഷൻസ് ഇല്ല, അതാണ്. പിന്നെ കമ്പയർ ചെയ്യുന്ന സമയത്ത് മോണ്ടിനീഗ്രോയിലാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് സിറ്റി ടൂറൊക്കെ പോയി കാണാം. ഇത് ശരിക്കും ഈ ഹോട്ടൽ സിറ്റിയിൽ നിന്നൊക്കെ കുറച്ച് ഉള്ളിലോട്ടാണ്, ഒരു ഹൈ റേഞ്ചിലായിട്ട് വരും. പക്ഷെ അധികം ദൂരമൊന്നുമില്ല, നല്ല വ്യൂവും ഒക്കെ ഉള്ള ഒരു റിസോർട്ടാണ്. അതേ സ്വിമ്മിംഗ് പൂളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഭയങ്കര അടിപൊളി സെറ്റപ്പിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ അൽബാനിയ ഫുള്ള് കണ്ടിട്ടില്ല. അൽബാനിയയിൽ കുറച്ചും കൂടി ഇനി ഉള്ളിലോട്ട് കയറിയാലാണ് നമുക്ക് അതിനുള്ള ടൈമിംഗ് ഇല്ല. സരാൻഡയൊക്കെ ബീച്ചസും വരുന്നത് അവിടെയാണ്. നമ്മള് ഹോട്ടൽ ബുക്ക് ചെയ്യാൻ നോക്കിയതും സരാൻഡയിലുള്ള സൈഡിൽ നോക്കി. ടൈമിങ് ട്രാവൽ ചെയ്ത് പോകാനുള്ള നമ്മളാകെ ടോട്ടലി 5 days ട്രിപ്പാണല്ലോ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫുള്ള് കവർ ചെയ്യാൻ പറ്റൂല. ഒരു 2 days കൂടി ഉണ്ടെങ്കിൽ അവിടെ കവർ ചെയ്യാറുണ്ട്. കാരണം ഇതുണ്ട്, അങ്ങോട്ടേക്കുള്ള ടൈമിങ് നല്ല ട്രാവലുണ്ട്. അപ്പോൾ അത് ഈ 5 daysനുള്ളിൽ അത് തീരൂല. 4-5 hours കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ട്രാവൽ ഉണ്ടാവും തിരാനിയാണ്. പിന്നെ ഇവിടെ ബൊബീല ലേക്കൊക്കെ ഉണ്ട്, പക്ഷെ ഞങ്ങള് ലേക്ക് ഇനിയിപ്പം ബൊബീല ലേക്കിന്റെ ഇത് നമ്മൾ കൺഫ്യൂഷനിലാണ്, പോണോ വേണ്ടോ എന്നുള്ളതിലേക്കാണ്. ജസ്റ്റ് വ്യൂ മാത്രമേ ഉള്ളൂ ബൊബീല ലേക്കിൽ. പിന്നെ അവിടെയും കേബിൾ കാറിന്റെ ഒരു ഇതുണ്ട്, അത് പിന്നെ ഞങ്ങൾ ഓൾറെഡി കയറിയത് കൊണ്ട് ഇവിടെ കയറാൻ വലിയ. എൻ്റെ ഒരു ഡൗട്ട്, ഇവിടുന്ന് കാണുന്ന വ്യൂ എന്ന് പറയുന്നത് ബൊബീല ലേക്കിന്റെ വ്യൂ ആണെന്നൊരു ഡൗട്ട് ഉണ്ട് അല്ലേ, ഈ റിസോർട്ടിൽ നിന്ന് കാണുന്നത്. ഞങ്ങളത് പ്ലാൻ ചെയ്തിട്ടില്ല, നമ്മുടെ ടൈം അനുസരിച്ച് നമ്മളിനി സിറ്റിയിലേക്ക് പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യും. Smoke in the air, catch the scent. Oh, smells good. Chilling on the hood where all the time gets spent. From the boulevard flip to the beach we went. Yeah. Hustle, smooth talk, can't pay no rent. Let the energy roll. Flip a coin on the scene, let the summer unfold. Snapping fingers at the homies, yup, we in control. Cause around here we spit life in gold. Red
Retro threads rocking top down in the breeze. Funky flow gliding, doing just what we please. Catch the sunset rays dripping orange with ease. It's a West Coast anthem, living free like the seas. അൽബേനിയയിൽ ഞങ്ങൾ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാവരും എന്താ സൈക്കിളൊക്കെ യൂസ് ചെയ്യും. കൂടുതൽ ആൾക്കാരും സൈക്കിളൊക്കെ യൂസ് ചെയ്യും പോകുന്നത്. പിന്നെ ലാംഗ്വേജ് ഒരു ഭയങ്കര ഇഷ്യൂ അവിടെ. ഇംഗ്ലീഷ് അറിയില്ല. നമ്മൾ ഇംഗ്ലീഷ് ചോദിച്ചാലും അവർ ഇംഗ്ലീഷിലെല്ലാം മറുപടി അറിയാം. അവരെ ഭാഷ തന്നെ മറുപടി പറയാം. വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രമേ ഇംഗ്ലീഷ് അറിയുള്ളൂ കമ്മ്യൂണിക്കേറ്റ്. ലോക്കൽ ലാംഗ്വേജ് മസ്റ്റാണ്. ലൈക്ക് യൂറോപ്പ് തന്നെ. ഇപ്പൊ യൂറോപ്പിൽ എവിടെ പോയാലും അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് അല്ലേ, അതേപോലെ തന്നെ ഇവിടെ യൂറോപ്യൻ യൂണിയൻ ആയതുകൊണ്ട്. ട്രാഫിക് റൂൾസ് ഒന്നും അങ്ങനെയൊന്നുമില്ല, നമ്മുടെ നാടൊക്കെ പോലെ തന്നെ ആണുള്ളത്. പിന്നെന്താ, ഇതൊക്കെയാണ് നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ ഇവിടെ വന്നതിന് ശേഷം. 2-3 കാര്യങ്ങൾ. ബട്ട് സിറ്റി ലൈഫ് കൊള്ളാം, അടിപൊളിയാ. നൈറ്റ് ലൈഫ് ഉണ്ട്, നല്ല സിറ്റി ലൈഫാണ്, എല്ലാം ഉണ്ട്. ഇപ്പൊ ഞങ്ങൾ മെയിൻ സിറ്റിയിലാണ് ഉള്ളത്. ഇവിടെ എല്ലാം ഉണ്ട്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റെസ്റ്റോറൻറ്റ് ചീപ്പാണ്. അത് മറ്റൊരു കാര്യം. അൽബേനിയയിൽ മോണ്ടിനിഗ്രോ അല്ല, അൽബേനിയയിൽ ചീപ്പാണ് റേറ്റ്. ചീപ്പായിട്ട് ലേക്കിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം എക്സ്പ്ലോർ ചെയ്യാം. എല്ലാത്തിലും, ഫുഡിലാണെങ്കിലും എല്ലാത്തിലാണെങ്കിലും. ഞങ്ങളിപ്പം ഒരു റെസ്റ്റോറൻറ്റ് ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ്. ഇവിടെ പോയി ഫുഡ് കഴിക്കും എന്നുള്ള രീതിയിൽ. You're living a dream. Bump. Bounce. Bounce. Let the good vibes ride. Talk box screaming while the sun collide. Groove all day, let the rhythm decide. West Coast chill with a cruiser's pride. Barbecue, smoke in the air, catch the scent. Oh, smells good. Chilling on the hood where all the time gets spent. From the boulevard flip to the beach we went. Yeah. Hustle, smooth talk, can't pay no rent. Let the energy roll. Flip a coin on the scene, let the summer unfold. Snapping fingers at the homies, yup, we in control. Cause around here we spit life in gold. Retro threads rocking top. അങ്ങനെ ഞങ്ങളുടെ അൽബാനിയൻ ആൻഡ് മോണ്ടിനിഗ്രോ ഹോളിഡേ ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങൾ തിരിച്ചു പോകാൻ വേണ്ടി എയർപോർട്ടിലാണ്. ഈ എയർപോർട്ടിൽ ഡിപ്പാർച്ചറും അറൈവൽസും അങ്ങനെ പ്രത്യേകം ഓരോ ഇതിന് ടെർമിനലൊന്നുമില്ല. താഴെ അറൈവൽസും അപ്സ്റ്റേഴ്സിൽ ഡിപ്പാർച്ചറും അങ്ങനെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ മോർണിംഗ് 7 ഞങ്ങളുടെ ഫ്ലൈറ്റ്. ഞങ്ങളിവിടെ ഇപ്പോൾ ഇവിടെ സമയം വെളുപ്പിന് 3 മണിയായി. നേരത്തെ വന്നിരിക്കുകയാണ് ഇവിടെ. പിന്നെന്താ, ഇനി ഇത് കഴിഞ്ഞ് ജോലിക്ക് പോകണം. അത് ആലോചിക്കുമ്പോഴാണ് ഒരു മടി. എനിക്കിനി നെക്സ്റ്റ് വീക്ക് പോയാൽ മതി, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഉച്ചക്കാകെ 2 days മാത്രമേ ഇനി ഓഫുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് ജോലിക്ക് പോകും. അപ്പം നല്ല രസമായിരുന്നു. ഒരുപാട് കുറേ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തു, കുറേ കാര്യങ്ങൾ പഠിച്ചു. നല്ല അടിപൊളി ട്രിപ്പായിരുന്നു, സെറ്റായിരുന്നു. അപ്പം ഇനി വീട്ടിലോട്ട്. Thanks for watching. Ta-ta, bye-bye.